അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? അമ്മ എല്ലാ ജീവജാലങ്ങളുടെയും ബീയിങ്ങിൻ്റെ തുടക്കമാണ്, തുടക്ക കാരണമാണ്. ആ ദേവതാതുല്യമായ ദൈവതുല്യമായ പദത്തെ ആഭിസാരികളുടെ അല്ല, കൊടിച്ചിപ്പട്ടികളുടെ സംഘടനയ്ക്ക് ഇട്ട് അതിനെ കൂടെ ഈ മീഡിയയിൽ കൂടെ അപമാനിക്കുന്നത് കേൾക്കുമ്പോൾ അറിയാതൊരു ദുഃഖം മനസ്സിൽ. ഇത് വേണ്ടായിരുന്നു, ഇത്ര ക്രൂരത വേണ്ടായിരുന്നു. സമൂഹത്തിൽ വേശ്യാവൃത്തിയും ഹോമോസെക്സും പരസ്ത്രീഭോഗവുമെല്ലാം മനുഷ്യനോളം പഴക്കമുള്ളതാണെങ്കിലും അത് തൊഴിലായിട്ട് ആദ്യം മുതലേ ആളുകൾ എടുത്തിരുന്നെങ്കിലും എല്ലാ പുരാണങ്ങളിലും ഉണ്ടെങ്കിലും ഈ ആധുനികതയിലും ഈ ഫ്രീ സെക്സ് സൊസൈറ്റിയിലും അത് വീണ്ടും തൊഴിലാക്കിയെടുക്കുന്ന ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു വർഗം ആളുകളുടെ കയ്യിൽ ഈ അമ്മ എന്നുള്ള പവിത്രമായ പേരകപ്പെട്ട് അവരുടെ സംഘടനയുടെ പേരായപ്പോൾ അമ്മ പീഡിപ്പിക്കപ്പെട്ടു, അമ്മയുടെ നഗ്നത കണ്ടു, അമ്മ ചേരാത്തൊരു വർത്തമാനം അവർക്കില്ല ഇതിനെക്കുറിച്ച് സംവദിക്കുമ്പോൾ. അത് കേട്ടപ്പോൾ ഈ പേരൊന്ന് മാറ്റി കിട്ടിയായിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസം ഈ അമ്മയ്ക്ക് കിട്ടിയേനെന്ന് വിചാരിച്ചു. ഏതായാലും ഈ നടിയെ കൊണ്ട് നടൻ്റെ മുറിയിലോട്ട് തെള്ളിവിട്ടത് അമ്മയാണ്. ആ അമ്മയുടെ ക്വാളിറ്റി അല്ല ഈ നടൻ്റെ അമ്മയ്ക്കുള്ളത്. നടൻ്റെ അമ്മ എൻ്റെ ഒരു നല്ല മോനെ എനിക്ക് പ്രസവിച്ചു തന്നു എന്നുള്ള സന്തോഷത്തിൽ ജന്മം കൊടുത്ത തന്തയോടും ദൈവത്തോടും നന്ദിയുള്ളവളായിട്ട് അവൾ വിശുദ്ധിയായിട്ട് ജീവിക്കുന്നെങ്കിലും ഈ വിടനെ 5000-ൻ്റെ മണ്ടയ്ക്ക് കയറി എന്നൊക്കെ അറിയുമ്പോൾ അറിയാതൊരു നാണംകേടും ദുഃഖമൊക്കെ ഉണ്ടാകും. പോട്ടെ, പിന്നെ രാജാക്കന്മാർക്ക് പറഞ്ഞേക്കുന്നത് അതിനകത്തും കാര്യമില്ല, മുടുക്കൻ ചെറുക്കന എന്നും പറയുന്ന തള്ളമാർ കണ്ടേക്കാമായിരിക്കും. എന്തായാലും അമ്മ എന്നുള്ള പോസ്റ്റിന് ഈ വിടന്മാരുടെ പാതിവൃത്യം എന്തെന്ന് അറിയേ വേണ്ടാത്ത ഒരു വർഗം, എന്ത് ഇതിനാ പറയുന്നേ, സ്ത്രീ എന്ന് പറയാനൊക്കത്തില്ല, മഹിളയെന്ന് പറയാനൊക്കത്തില്ല, മഹതി എന്ന് പറയാനൊക്കത്തില്ല. വല്ലവും പറഞ്ഞാൽ പിന്നെ അത് അപമാനിച്ചെന്ന് വരും. വേശ്യയെന്ന് പറയാനൊക്കത്തില്ല. ക്രയവിക്രയത്തിന് വേണ്ടിയിട്ട്, ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് അവർ ജഡം കൊടുക്കുന്നത്. പണം അവിടെ കാശായിട്ട് എണ്ണി വാങ്ങിക്കുന്നില്ലേലും ഫൈനലായിട്ട് ശരീരം വിൽക്കുന്ന മാർക്കറ്റിൽ ഇറങ്ങാനും വലിയ വില കിട്ടാനും വേണ്ടിയാണ് ഈ അത്യാഹിതത്തിന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അതാണ് ലക്ഷ്യം. കൂടിയ നടിയായാൽ കൂടിയ റേറ്റ് കിട്ടും. കോടീശ്വരന്മാരുടെ വീട്ടിൽ കിടക്കറ പങ്കിടുമ്പോൾ ഇതാണല്ലോ ഉദ്ദേശ ലക്ഷ്യം. പണമാണല്ലോ ലക്ഷ്യം. പേരും പെരുമയും കിട്ടുമ്പം വിലയും കൂടുമല്ലോ മാർക്കറ്റിൽ. ഒരു തേർഡ് റേറ്റ് നടിക്ക് ഒരു എക്സ്ട്രാ നടിക്ക് കിട്ടുന്ന പൈസ ആണോ നായികയ്ക്ക് കിട്ടുന്നേ. നായികയായിട്ട് ഹീറോയിനായിട്ട് അഭിനയിച്ച ഏത് ഭാഷയിലായാലും പിന്നെ അവർക്ക് കോടികളല്ലേ വില. ഏതായാലും കോടാനുകോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാണം വിറ്റ് ഇവർ നടക്കുന്നത് എന്നുള്ള എല്ലാ പട്ടിക്കുട്ടിക്കും മനസ്സിലായി. ഈ സാഹചര്യത്തിൽ അമ്മ എന്നുള്ള പേര് ഈ സംഘടനയ്ക്കൊന്ന് മാറ്റി കിട്ടണം. ഇതേ ഉള്ളൂ എൻ്റെ വാദം. അത് കൂടെ അമ്മയെ അങ്ങനെ ചെയ്തു, അമ്മ ഇങ്ങനെയാണ്, അമ്മയ്ക്ക് നാണക്കേടാണ്, അമ്മ എന്ന് പറഞ്ഞിട്ട് ഈ നാണംകെട്ട കാര്യം അമ്മയോട് അറ്റാച്ച് ചെയ്ത് പറയുമ്പോൾ മരിച്ചുപോയി എൻ്റെ അമ്മയ്ക്കൂടെ നാണംകേടാന്ന് എനിക്കങ്ങ് തോന്നിപ്പോവുക. ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞല്ലോ, എനിക്ക് സിനിമ കാണാൻ വയ്യാതായി. ഈ മ്ലേച്ഛന്മാരുടെയും ഈ മോളുമാരുടെയും അവരെ വേറൊരു പേര് എനിക്ക് വിളിക്കാമായിരുന്നു, പക്ഷേ ഞാൻ വിളിക്കുന്നില്ല. കാരണം പോലീസ് കേസായെങ്കിലും ഇവളുമാരുടെ മാനത്തിന് എന്തോരം വില പിന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ മാനം കെട്ടവളുമാരുടെ മാനത്തിന് എന്തോരം വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും പറയാൻ ഞാൻ ഈ വയസ്സിന് ഒരുങ്ങുന്നില്ല. മഠത്തിലമ്മയോട് ഞാനൊന്ന് പറഞ്ഞു, വാമനനെ കളിയാക്കുന്ന മഠത്തിലമ്മയോട് ഞാനൊന്ന് പറഞ്ഞു, അരുത് വേലായുധ, അടങ്ങ് വേലായുധ, പനതരാമെന്നൊന്ന് പറഞ്ഞേനെ. 303 കേസ് ഹൈക്കോടതി നടത്തുന്നവനാ, മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നവനാ. ഇനി ഇവളുമാരെ കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കേസ് വേണ്ട.
അതുകൊണ്ട് ഈ പുണ്യവതികൾ പാതിവൃത്യം ചാരിത്രം എന്താണെന്ന് അറിയേ വേണ്ട, അങ്ങനെ സാമാനമേ ഇല്ല ഞങ്ങൾക്ക്. ഉള്ള സാമാനം വെച്ച് ഞങ്ങൾ കാശുണ്ടാക്കി ജീവിച്ചോളാം എന്ന് പറയുന്ന ഇവളുമാരുടെ സംഘടനയ്ക്ക് അമ്മ എന്നുള്ള പേര് കൊടുക്കുമ്പോൾ ആ അമ്മ എന്നുള്ള ദി ഹോളി നെയിം ഈസ് ഗെറ്റിംഗ് പ്രോസ്റ്റിറ്റ്യൂട്ടഡ്. അത് വ്യഭിചരിക്കപ്പെടുക, പേര് തന്നെ വ്യഭിചരിക്കപ്പെടുക. അത് അമ്മയെ പുണ്യമായിട്ട് കാണുന്ന എനിക്ക് വേദനയുണ്ട്. എന്നെപ്പോലെ വേദനയുള്ള എത്ര മക്കളുണ്ട് മലയാളത്തിൽ എന്നുള്ളത് കണ്ടറിയണം. ഉള്ളവരെന്നോടുകൂടി ചേരണം. കോടതി പോയാലും എവിടെ പോയാലും ഈ അമ്മ എന്നുള്ള പേര് ഇതിൻ്റെ ഒന്ന് മാറ്റി കിട്ടിച്ചാൽ മതി. അവർ വ്യഭിചരിച്ചോട്ടെ, അത് നിർത്താൻ നമ്മളാരുമല്ല. അവരെ സപ്പോർട്ട് ചെയ്യാനും 4.5 കൊല്ലമല്ല 45 കൊല്ലം എത്ര വോട്ടെടുത്ത് മാറ്റിയാലും ഇടതും വലതും കൂടെ അത് മാറ്റി മാറ്റി പൂഴ്ത്തി വെക്കുമ്പം അബദ്ധത്തിനിത് പുറത്തുവിട്ടതായത്. ഇല്ലെങ്കിൽ ഈ മേലാക്കന്മാരെല്ലാം ചത്ത് കെട്ടുപോകുന്നിടം വരെ ഇത് ഒതുക്കി വെക്കാനും അവരിൽ നിന്ന് ശിക്ഷയും പോലീസ് നടപടികളും എല്ലാം മാറ്റിവെക്കാനും കോടികൾ കൈക്കൂലി വാങ്ങിച്ച് മക്കളുടെ പേര് സിസ്ബാനിക്ക് ഇട്ടേച്ചാ മേലാക്കന്മാരിയ്ക്കുന്നത്. ആ മേലാക്കന്മാർക്ക് തുടർഭരണം കൊടുത്ത് ഇത് തുടർച്ചയായിട്ടൊക്കെ പോയേച്ചാൽ മതി. എനിക്ക് യാതൊരു നഷ്ടവുമില്ല. ഇവിടെ വ്യഭിചാരം നിർത്താൻ നമുക്കൊക്കും. ആണിനും പെണ്ണിനും സെക്സ് എന്ന് പറയുന്ന സുഖഭോഗം ദൈവമല്ലയോ കൊടുത്തത്? അതവർ മിസ്യൂസ് ചെയ്തോ കച്ചവടം ചെയ്തോ ഈസ് നൺ ഓഫ് മൈ കൺസേൺ. കൊടുത്ത ദൈവത്തിനും ഇതിനകത്ത് വലിയ പങ്കൊന്നുമില്ല. പക്ഷേ അമ്മ എന്നുള്ള പേര് അത് ദൈവതുല്യമാണ്. ആ പേര് ഇതിങ്ങളുടെ ഈ പറഞ്ഞ സംഘടനയിൽ, ഈ വേശ്യാ സംഘടനയിൽ, ഈ വിടൻ്റെ സംഘടനയിൽ ഇട്ടതിനെ അപമാനിക്കരുതേ. പേരൊന്ന് മാറ്റി തരണേ. ആരായി പേര് കൊടുത്തത് രജിസ്റ്റർ ചെയ്യാൻ, കമ്പനി രജിസ്റ്റർ ചെയ്യാൻ? അവരോടാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതിന് ഞാൻ എവിടാ വരേണ്ടത്, ഏത് കോടതിയിലാണ്, ഏത് വക്കീലിനെ കണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള അറിവ് എനിക്കില്ല. എന്നെ സഹായിക്കണം നിങ്ങൾ. ഈ പേരൊന്ന് മാറ്റി കിട്ടാൻ മരിക്കുന്ന മുമ്പേ, അധികം നാളില്ല എനിക്ക് ജീവിതം, മരിക്കുന്നതിന് മുമ്പേ അങ്ങനെ ഒരു കൊച്ചാശയുണ്ട്. വെറുതെ മോഹിക്കുവാൻ മോഹം, നടന്നില്ലെങ്കിൽ ഒരിക്കലും മോഹമുണ്ട്. ആ മോഹം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, അതിനു മുമ്പേ ഉണ്ടായ ബ്രഹ്മ വിഷ്ണു മഹേശ്വര നാമത്തിൽ, ത്രിഗുണങ്ങളുടെ നാമത്തിൽ ഞാൻ ആണയിട്ട് എൻ്റെ കേൾവിക്കാരോട് പറയുന്നു, അമ്മ എന്നുള്ള പേര് മാറ്റിയേ തീരൂ. അമ്മ എന്നുള്ള പേര് മാറ്റുന്നത് വരെ ഈ നാറികളുടെ അഭിനയം നമുക്ക് കാണണ്ട. ഈ നാറ്റക്കേസുകൾ ക്യാമറ കൊണ്ടുവച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യഭിചാരക്കഥയോ ഒരു കൊലപാതക കഥയോ ഒരു സ്റ്റണ്ട് കേസോ അല്ലെങ്കിൽ ഒരു നർത്തനൃത്തമോ ഒക്കെ കാണിച്ച് കോക്കാമ്പിച്ച തിരക്കഥയായിട്ട് സംഭാഷണവും കൊണ്ടുവന്ന് കാണിക്കുമ്പം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതിൽ നിന്ന് യാതൊരു ഗുണപാഠവും കിട്ടുന്നുമില്ല. അല്ലേ നിങ്ങൾ ഏതെങ്കിലും ഈ കൊല്ലം ഇറങ്ങിയ ഏതെങ്കിലും ഒരു സിനിമയിൽ മനുഷ്യൻ അടുത്ത തലമുറയ്ക്ക് ഗുണപാഠമുള്ള എത്ര പടം ഇറങ്ങി? ഇന്ന സീന്, ഇന്ന ഡയലോഗ് അടുത്ത തലമുറയ്ക്കും ഇതൊരു ഗുണപാഠമാണ്, കുഞ്ഞുങ്ങളിത് കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്ന എത്ര സീനുണ്ടെന്നുള്ള ടച്ചിന് കണ്ടുപിടിക്കരുത് നിങ്ങൾ. ഈ വേശ്യ കലാശക്കോട്ടയ്ക്ക് കാണാനും കണ്ടുപിടിക്കാനും തലമുറകളുടെ മൂല്യച്യുതി വരുത്താനും, മൂല്യമെന്തുവാ മൂല്യച്യുതി എന്തുവാ നന്മയെന്തുവാ തിന്മയെന്തുവാ എന്നറിയാത്ത ഈ മൃഗതുല്യരായ ഈ മനുഷ്യ കോലങ്ങൾ കൊണ്ടാക്കുന്ന ഈ കോക്കാമ്പിച്ച കാണാൻ നിങ്ങൾ മനസ്സ് ഒരുക്കരുത്. വീടുകളിൽ TV ഓൺ ചെയ്ത് സിനിമ കാണരുത്, ന്യൂസ് കാണാൻ നിർത്ത്. മതി ഇവന്മാരുടെ അഭിനയം. മടുക്കട്ട് നിങ്ങൾക്ക് മനസ്സ്. നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ, അമ്മയോട് ബഹുമാനമുണ്ടെങ്കിൽ ഇവരുടെ പേര്, അമ്മ എന്നുള്ള സംഘടനയുടെ പേരെങ്കിലും മാറ്റുന്നിടം വരെ ആസ് എ പണിഷ്മെൻറ്റ് നമ്മൾ സിനിമ കാണുന്നില്ല എന്നൊന്ന് തീരുമാനിയിര്. അത് കഴിഞ്ഞ് സിനിമ കണ്ടതിലേ വയറുവേദന മാറുമെന്നുണ്ടെങ്കിൽ പോയി കാണുക. നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ എല്ലാം കൊണ്ടുകൂടെ. ഇതുങ്ങൾക്ക് സിനിമ രംഗത്ത് പോയി ഇതിൻ്റെ ഷൂട്ടിങ്ങും തിരക്കഥയും സംഭാഷണവും എങ്ങനെയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും എന്നൊക്കെയുള്ള ഏകദേശ രൂപ സ്കെച്ചും പ്ലാനും കിട്ടിയോണ്ടാണ് ഞാനീ പറയുന്നത്. ഇത് ചെറിയ ലഹരിയിൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ഉന്മാദം കൊണ്ടുണ്ടാകുന്ന സൃഷ്ടിവിശേഷമാണ്. ഇതെല്ലാം കപടതയാണ്. കാളിദാസൻ അല്ലെ ഷേക്സ്പിയർ അല്ലെ വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെ തുളസീദാസ്, വേണ്ട ഗുരു
നിത്യചൈതന്യേതി വേണ്ട ഒരുപാട് നാരായണ ഗുരു, കുമാരനാശാന്, അവരുടെ എല്ലാ രചനകളിൽ മാനവരാശിക്ക് നന്മ കൊടുക്കുന്ന, നന്മ പറഞ്ഞു കൊടുക്കുന്ന നൂറ് ആശയങ്ങളും ആവേശങ്ങളും ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ല. നിങ്ങളല്ലേ ഈ കൊല്ലത്തെയോ കഴിഞ്ഞ കൊല്ലത്തെയോ കഴിഞ്ഞ 5 കൊല്ലത്തെയോ സിനിമ എടുത്തു നോക്ക്, 10 കൊല്ലത്തെ എടുത്തു നോക്ക്. വല്ല പുട്ടും ഉണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ കാണിന്. ഒരു പുട്ടുമില്ല. മനുഷ്യൻ എങ്ങനെ നശിക്കാം, എങ്ങനെ മറ്റുള്ളവരെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ടെക്നോളജി പറഞ്ഞു കൊടുക്കുന്നതല്ലയോ ഇതുങ്ങളെല്ലാം എന്നൊരു സൂക്ഷ്മനിരീക്ഷണം നടത്തിയാൽ നിങ്ങൾ ഈ ഫീൽഡിനോട് ബൈ ബൈ പറയും. അമ്മയുടെ പേര് മാറ്റുന്നത് വരെ ഈ മുടിഞ്ഞവന്മാരുടെയും മുടിഞ്ഞോളുമാരുടെയും പ്രോഗ്രാം നമ്മൾ കാണുന്നില്ല. അതിൻ്റെ രസം നമുക്ക് വേണ്ട, അതിൽ കൂടെയുള്ള വിനോദം നമുക്ക് വേണ്ട എന്ന് നമ്മൾ നൊയമ്പന് ഭക്ഷണം വെറുക്കുന്നത് പോലെ ഒന്ന് മാറ്റി വെച്ചാൽ ഈ ഫീൽഡ് താനെ വെടിപ്പാവും. എടാ, വീട്ടിൽ കയറിയാലേ പെണ്ണിനെ കുമ്പസാരക്കൂട്ടിൽ വിട്ട് വളച്ചെടുക്കുന്ന കത്തനാരെ അവൻ വീണ്ടും വീട്ടിൽ കയറ്റിയാൽ തെമ്മാടത്തിലും അവിടെയും ചെയ്യുവാന്നേലേ ഇവൻ്റെ കുർബാന കാണാൻ നിനക്ക് പോകാൻ നാണമില്ലയോ? ഇവൻ്റെ ഈ അശുദ്ധമായ കൈകൊണ്ട്, അശുദ്ധമായ വാ കൊണ്ട്, അശുദ്ധമായ മനസ്സുകൊണ്ട് ദൈവത്തെ ആവാഹിച്ച് ഗോതമ്പിലാക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. നിങ്ങൾക്ക് വീണ്ടും വിചാരമുണ്ടെങ്കിൽ അവൻ ഗോതമ്പപ്പം തന്നെ നിങ്ങളുടെ അണ്ണാക്കി തരുന്നത് കുർബാന സമയത്ത് എന്ന് നിങ്ങൾക്ക് വ്യക്തമാവും. നിങ്ങൾക്ക് ആ വീണ്ടും വിചാരമോ റിയലൈസേഷനോ ലോജിക്കൽ തിങ്കിങ്ങോ ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും ക്രിസ്തുവിനെ അനുസരിക്കാതെ പള്ളിയിൽ പോകുന്നതും കുർബാന കൂടുന്നതും. പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുതെന്നാണ് ക്രിസ്തു മത്തായിയുടെ 6:5 പറഞ്ഞത്. അതെന്ന് മനുഷ്യൻ മാപ്പിളെ അനുസരിക്കുന്നോ അന്ന് മുതൽ വൈദികത ഇവിടെ നശിക്കും, ഉള്ളത് ശുദ്ധീകരിക്കപ്പെടും. മഠത്തിലമ്മ, കന്യാസ്ത്രീയമ്മ, കന്യകയില്ലാത്തവളെ കന്യാസ്ത്രീ എന്നൊക്കെ വിളിച്ച് കന്യകത്വം എന്നുള്ള പദത്തെ വ്യഭിചരിക്കുന്ന ഈ പരിപാടി നിർത്തിയിട്ട് മാനം മര്യാദയായിട്ട് പെമ്പിള്ളാരെ കെട്ടിച്ചുവിടും. അല്ലേ അവളുമാർ ഫ്രീ സെക്സിൽ അലിഞ്ഞ് ജീവിച്ചോളൂ യൂറോപ്പിലെ പോലെ. എങ്കിലും കർത്താവിന് അപമാനമില്ലല്ലോ. കർത്താവിൻ്റെ മണവാട്ടിക്ക് ഐവൻ വെച്ചൊട്ടിക്കണ്ടായല്ലോ. അവളുമാരോട് കാണിക്കുന്ന അതേ പരിപാടി ഇവളുമാരോടും കാണിച്ചെങ്കിലേ ഈ ഫീൽഡ് നന്നാവൂ. ഈ ഫീൽഡിനെ അല്ലാതെ നന്നാക്കാൻ ഒരു സർക്കാരുമില്ല ഇവിടെ. ഇന്നെങ്കിലും അഭയ കേസിൽ ഒരറുതി വന്നോ? ഏതെങ്കിലും ഒരു കത്തോലിക്ക ബിഷപ്പിൻ്റെയോ കത്തനാരുടെയോ കേസിൻ്റെ ഒരു അറുതി വന്നോ? ഇല്ലല്ലോ. ആരെങ്കിലും ശിക്ഷിച്ചോ? ഇനി ശിക്ഷിക്കുമോ? എത്രായിരം കുഞ്ഞുങ്ങളെ കൊന്നു, എത്രായിരം കന്യാസ്ത്രീകൾ ചത്തൊടുങ്ങി കിണറുകളിൽ വല്ലതും തെളിഞ്ഞോ? കാരണം തെളിയിക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിലൂടെ അവർക്ക് വോട്ട് ബാങ്ക് സിന്ദാബാദ്, ഏത് അഴിമതി അക്രമവും ഞങ്ങൾ എൻകറേജ് ചെയ്യും. അത് തന്നെ സിനിമാ ഫീൽഡിലും വരാൻ പോകുന്നത്. അല്ലേ 4.5 കൊല്ലം കൊച്ചാട്ടൻ ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. കൊച്ചാട്ടൻ ഈ 45 കൊല്ലം ആക്കിയതിനെ പുള്ളിക്ക് ദീർഘായുസ് ഉണ്ടായിരുന്നേലേ. ഇതിപ്പം പണി തീരാൻ പോവുക, അതുകൊണ്ടാണ് ഇതിപ്പം പുറത്ത് വിട്ടത്. പക്ഷേ ഈ 4.5 കൊല്ലം നീ എന്തിനാടാ വെച്ച് താമസിപ്പിച്ചെന്ന് പുള്ളിയോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരു തലമുറ ഇനി ഉണ്ടാവുമോ ചോദിക്കാൻ? ഇല്ല. പൂഴ്ത്തിവെച്ച് ആ പൂഴ്ത്തിവെപ്പിൻ്റെ കൂലി വാങ്ങിച്ച ഈ സർക്കാർ മിടുക്കരായി. ശേഷം ജനം സിനിമ കണ്ട് ഈ വൃത്തികെട്ടവന്മാരെ വീണ്ടും കണ്ട് യുവന്മാരെ ഭൂമിയിലെ രാജാക്കന്മാരും താരകളുമാക്കി അവരെ പ്രകീർത്തിക്കുന്ന മൊണ്ണകളുമാക്കി. ഹീറോ വർഷിപ്പ്. അത് മനുഷ്യൻ്റെ മൊണ്ണത്തരം കണ്ടാണ് വരുന്നത്. അവന് നീയും തുല്യരാ. നിനക്കാളുകളെ വഞ്ചിക്കാനും വേശ്യാവൃത്തി ചെയ്യാനും വിടനാവാനും മനസ്സില്ലാത്തത് കൊണ്ട് ജീവിതശുദ്ധിയോടെ നീ അന്തസ്സായിട്ട് ജീവിക്കുന്നു. ശ്രീരാമൻ്റെ കൂട്ട് ഇല്ലാത്തവൻ ഇതെല്ലാം ചെയ്ത് എംബോക്കിപ്പെട്ടത്. എംബോക്കിയോ എന്തോ അതിൻ്റെ അർത്ഥം? ഞങ്ങളെ വിളിച്ചാൽ എന്താ കുഴപ്പം? ആസനത്തിൽ ആലുകളിച്ചാലും ഭൂഷണമായിട്ട് നടക്കുന്ന ഈ മോന്മാരോട് എന്തിനെ ഉപമിക്കണം? ഇവളുമാരെ എന്തിനെ ഉപമിക്കണം? അതുകൊണ്ട് ഇവരുടെ സംഘടനയ്ക്ക് അമ്മ എന്നുള്ള പേര് മാത്രം കൊടുക്കാൻ അനുവദിക്കരുത്. അത് ക്യാൻസൽ ചെയ്യിപ്പിക്കണം എന്നൊരിക്കൽ കൂടെ വിനീതമായി അപേക്ഷിക്കുന്നു. ഇതെൻ്റെ പ്രാർത്ഥനയാണ്.